ഇന്ന് വിശ്വാസം അതല്ലേ എല്ലാം. വിശ്വാസം തന്നെ ബിലീഫ്, ഫെയ്ത്ത്, ട്രസ്റ്റ്, ഈ മൂന്നും വിശ്വാസമാണ്. പക്ഷെ മൂന്നിനും മൂന്ന് അർത്ഥങ്ങളുണ്ട്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. ബിലീഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻകാല അനുഭവങ്ങളിൽ അധിഷ്ഠിതമായതാണ് ആ വിശ്വാസം. എക്സ്പീരിയൻസ് ചെയ്ത അനുഭവങ്ങളാണ് ബിലീഫ് എന്ന വിശ്വാസത്തിൽ പെടുന്നത്. എന്നാൽ ഫെയ്ത്തോ, ആ ഫെയ്ത്തിൽ എപ്പോഴും ഒരു പ്രത്യാശ, അതായത് ഹോപ്പാണ്. പ്രത്യാശ ഉണ്ടാവും. അത് പോസിറ്റീവായിട്ടുണ്ടാവും, നെഗറ്റീവായിട്ടുണ്ടാവും. നമുക്ക് പോസിറ്റീവിനെ കുറിച്ച് ചിന്തിക്കാം. പ്രകൃതി ശക്തികളിലോ ദൈവിക ശക്തികളിലോ നമ്മുടെ പുറത്തുള്ള ഒരു അജ്ഞാത ശക്തികളിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നതിനെയാണ് ഹോപ്പ്ഫുൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ആ ഫെയ്ത്ത് പ്രത്യാശ നിർഭരമായ വിശ്വാസം എന്ന് പറയാം. ദെൻ ഫൈനൽ ട്രസ്റ്റ്, സമർപ്പിത വിശ്വാസം. ആ സമർപ്പണമാണ് വിശ്വാസത്തിന്റെ ഏറ്റവും ഉന്നതമായ തലം. സമർപ്പിത വിശ്വാസത്തിൽ എത്തി നമ്മളൊരു പ്രവർത്തനം ചെയ്താൽ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മളുടെ തടഞ്ഞു നിൽക്കുന്നത് സെൽഫ് ബിലീഫ് എന്ന് പറയുന്ന ഭാഗത്താണ്. നമ്മൾ മുൻകാല അനുഭവങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്ത ചില അനുഭവങ്ങൾ നമ്മളെ തടഞ്ഞു നിർത്തുമ്പോൾ അതിനെ റീകണ്ടീഷൻ ചെയ്തുകൊണ്ട് ഹോപ്പ്ഫുള്ള് ഫെയ്ത്ത് കൊടുത്ത് ട്രസ്റ്റിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമർപ്പിത വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ സമർപ്പണമാക്കി മാറ്റി എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും. വിശ്വാസത്തിന്റെ 3 തലങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം. ബാക്കി പിന്നീട് മനസ്സിലാക്കാം.